എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജില്ലകളും അപരനാമങ്ങളും എന്നുള്ള ടോപ്പിക്കാണ്. ജില്ലകളും അവരുടെ വിശേഷണങ്ങളും. അപ്പം നമ്മൾ എല്ലാ ജില്ലകളും ഒരു ദിവസം തന്നെ പഠിക്കില്ല. ഒരു ദിവസം 3 ജില്ലകൾ 4 ജില്ലകൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ചില പട്ടണങ്ങൾ, ആ പട്ടണങ്ങൾക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ടാവും, അപരനാമങ്ങളുണ്ടാവാം. അതും നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഈ ഒരു പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ചിലപ്പോൾ മിസ്സാക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. PSC ഫുൾ നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് പോയി PSC എഴുതാൻ പറ്റണമെന്നൊരു നിർബന്ധവുമില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. PSC ബിഗിനേഴ്സിനാണെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ജില്ലകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ജില്ലകളെക്കുറിച്ച് ഇങ്ങനെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഒരിക്കലും മിസ്സാക്കരുത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കാതെ കംപ്ലീറ്റ് കാണുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത ദിവസം അടുത്ത ജില്ലകളെക്കുറിച്ച് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് അന്നൊന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും 14 ജില്ലകളുടെയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറയുക. പോസിറ്റീവ് കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ അതെനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തിരുവനന്തപുരം. ഒന്നാമത്തെ ചോദ്യം, പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം. രണ്ടാമത്തെ ചോദ്യം, തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം. അപ്പോൾ പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം. കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരം. നാലാമത്തെ ചോദ്യം, മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു തിരുവനന്തപുരത്തെ പറ്റിയുള്ളത്. തിരുവനന്തപുരത്തെ പറ്റിയുള്ള മിക്ക വിശേഷണങ്ങളും ഈ 5 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് കൊല്ലം ജില്ല. ആറാമത്തെ ചോദ്യം, കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത്. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലം. ഏഴാമത്തെ ചോദ്യം, ദേശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. ദേശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലം. അപ്പോൾ കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലം. ദേശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലം. എട്ടാമത്തെ ചോദ്യം, സേതുലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത്. സേതുലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടകരപ്പാലം. ഒമ്പതാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂർ. അപ്പോൾ സേതുലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടകരപ്പാലം. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂർ. പത്താമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം. 11ാമത്തെ ചോദ്യം, കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത്. കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളിക്കൊട്ടാരം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം. കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളിക്കൊട്ടാരം. നമ്മളിപ്പോൾ തിരുവനന്തപുരം പഠിച്ചു, കൊല്ലം പഠിച്ചു. ഇനി അടുത്തത് പത്തനംതിട്ട. 12ാമത്തെ ചോദ്യം, തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. 13ാമത്തെ ചോദ്യം, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. അപ്പോൾ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. 14ാമത്തെ ചോദ്യം, ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. പത്രമായിരുന്നു പത്തനംതിട്ടയെക്കുറിച്ച്.
അടുത്തത് ആലപ്പുഴ. 15ാമത്തെ ചോദ്യം, രാജാ കേശവദാസൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത്. രാജാ കേശവദാസൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. 16, മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. അപ്പോൾ രാജാ കേശവദാസൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ, മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. 17ാമത്തെ ചോദ്യം, ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത്. ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ. 18ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. അപ്പോൾ ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ, കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. 19ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. 20ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. അപ്പോൾ കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്നത് കുട്ടനാട്, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നതും കുട്ടനാട്. 21ാമത്തെ ചോദ്യം, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. 22ാമത്തെ ചോദ്യം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. പുന്നമട കായലിലാണ് അത് നടക്കുന്നത്. അപ്പോൾ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. 23ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. 24ാമത്തെ ചോദ്യം, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴ. കഴ്സൺ പ്രഭുവാണ് ഈ ഒരു വിശേഷണം ആലപ്പുഴയ്ക്ക് നൽകിയത്. അപ്പോൾ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം, ബാക്കി ജില്ലകളും കൂടി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു എക്സാം നടത്താം എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ പഠിച്ചത് ഈ ജില്ലകളുടെ വിശേഷണങ്ങൾ, എല്ലാ ജില്ലകളുടെ വിശേഷണങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നദിയുടെ അപരനാമങ്ങൾ പഠിച്ചു. നദികളുടെ അപരനാമങ്ങളും സാഹിത്യത്തിലെ നദികളും എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തി നമുക്കൊരു ടെസ്റ്റ് പോലെ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടത്തിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വേണോ വേണ്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.